ചേട്ടാ ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കിക്കോട്ടോ. ഇതൊന്നും എല്ലാം നടക്കൂ. ഇതേ നടു തുറന്നു നടക്കുന്ന ഒരു അമ്മുമ്മയല്ല ഞാൻ തടവി എണീപ്പിച്ച് നടത്തിവിടാൻ. ആവുമ്പോ ആവും, അതിൻ്റെതായ സമയമുണ്ട്. എന്റെ ചേട്ടാ ഒരു നളപാചകം എന്ന് പറഞ്ഞ് കേറിട്ട് കുറെ നേരമായി. അതാണ് ഞാൻ ചോദിച്ചത്. ഇന്ന് ഉച്ചത്തേക്ക് നമുക്കെല്ലാം കഴിക്കാൻ പറ്റും. റെസ്റ്റ് എന്താണാവോ കാര്യം? റെസ്റ്റ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്യാർ, വെറും പ്യാർ. എന്തേ നന്നായിരിക്കും. ഇനി ഇത് വേറെ എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട്? അത് ബാക്കിയെല്ലാം ഉണ്ടാക്കി. അതൊക്കെ അപ്പൊ എന്ത് ചോദിച്ചാലും ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഇന്നൊരു ദിവസം എന്ത് ചോദിച്ചാലും ഉണ്ടാക്കി തരാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ്. എന്നാ പിന്നെ എനിക്ക് 2 മുട്ട പപ്സും ഒരു മിൽക്ക് ഷേക്കും. അയ്യോ പൊട്ടിത്തെറിക്കത് ആ ഗ്യാസിന് മുന്നേ വന്നാ പിന്നെ. നീ ഇപ്പൊ ഇവിടെ എന്തോ കാണിച്ചു? എന്തോ ശബ്ദം കിട്ടുന്നതും അവള് ചോദിച്ചാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? പറ്റുമോ? എന്തോന്ന് വേണടാ? മുട്ട പപ്സും ഷേക്കും പറ്റുമോ? പറ്റില്ല. പിന്നെ ഇപ്പൊ കുറച്ചു മുന്നേ എന്ത് ചോദിച്ചാലും അവൾ എന്ത് ചോദിച്ചാലും ഉണ്ടാക്കി തരാന്നല്ല ഞാൻ പറഞ്ഞു. ചോദിക്കാതെ അല്ല എനിക്ക് വേണ്ടടാ അപ്പച്ചി. എനിക്ക് സത്യമായിട്ട് ചോറുണ്ട് മുട്ട പപ്സും ഷേക്കുവാണോ കൊടുത്തത്? ഇങ്ങനെ ഒരു മുട്ട പപ്സും ഷേക്കുണ്ട. ഓ എന്റെ ഷോള്. അതെ എനിക്കൊരു കാര്യം പറയാൻ. അതറിയാം, അല്ലാതെ നീ കയറി വരില്ലല്ലോ. ഇവള് വരുമ്പോഴേ ഇവൾക്ക് എപ്പോഴും സംശയം അല്ലെങ്കിൽ കുറ്റം എന്തെങ്കിലും. കോൺസെൻട്രേഷൻ കളഞ്ഞാൽ ഞാൻ ഇത് കളഞ്ഞിട്ട് ഞാൻ പോകുന്നു. അല്ല ചേട്ടാ, ഇവൾ എപ്പോഴെങ്കിലും വെറുതെ നമ്മളോട് വന്നിരിക്കാറുണ്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും എന്തെങ്കിലും ഒരു പരാതി അല്ലെങ്കിൽ ശങ്കറിനെ പറ്റി കുറ്റം അങ്ങനെ എന്തെങ്കിലും. ശങ്കറിനെ പറ്റി തന്നെ ഗസ് ചെയ്യാൻ പറ്റുള്ളത് ഇങ്ങനെ. അതെ നേരത്തെ അവന്റെ അടുത്ത് ഒരു പുളു അടിച്ചു ഞാൻ അവിടെ ചെന്നിരുന്നപ്പോ. അവൻ എന്തോന്നാണ് കാരണം? അവൻ പറയണേ എന്റെ അവിടെ ഉണ്ടല്ലോ ആനയുടെ അടുത്ത് ഒരു കുരങ്ങനില്ലേ ഇങ്ങനെ ഇരിക്കണേ, അതിന് എന്തൊക്കെ അത്ഭുത സിദ്ധി ഉണ്ട്. അതിനിപ്പോ ചിരിക്കണ കാര്യം എങ്ങനെ? സത്യമല്ലേ? ആ സത്യമാണെന്ന്. സത്യം പിന്നെ അല്ലാതെ മാമ പറഞ്ഞിട്ടില്ലേ? ഇല്ല മാമ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ചേട്ടൻ പറഞ്ഞൂടെ? പിന്നെ തുടങ്ങി ആക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി നമ്മൾ നോക്കുമ്പോഴേ താഴത്തെ കല്ലിന് സീട്ട് കളിച്ചിട്ടുണ്ട്. നീ അത് കേക്കല്ലേ, ഞാൻ പറയാനുള്ള കാര്യം. മാമ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിന് ശരിക്കും അങ്ങനെ എന്തൊക്കെയോ പവർ ഉണ്ട്. മാമൻ ഇടയ്ക്കിടയ്ക്ക് പോയി പ്രാർത്ഥിക്കുന്ന കേൾക്കാം. പ്രാർത്ഥിക്കുന്ന കാര്യമൊക്കെ നടക്കും. മാമൻ പറഞ്ഞത് അതിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അതിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറിൻ്റെ നമ്മൾ വിചാരിച്ച കാര്യം നടക്കുന്നതാണ് പറഞ്ഞത്. ചുമ്മാ ഒന്ന് പോപ്പച്ചി. ചേട്ടാ അതിന് നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തോ അങ്ങനെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഒരിക്കൽ എന്റെ കമ്മല് കളഞ്ഞു പോയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. സ്വർണ്ണമല്ലേ അത് കളഞ്ഞു പോയില്ല, അപ്പൊ കിട്ടണേ തിരിച്ചിടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് കിട്ടിയാ? ഞാൻ പറയണോ നിങ്ങൾ പറയണോ എന്റെ ഉത്തരം? പറയാൻ തോന്നുന്നു. എവിടെന്ന് കിട്ടി? കിട്ടിയാ എന്ത് പറയാത്തെന്നറിയോ? കിട്ടി. എവിടെ നിന്ന് കിട്ടിയെന്നറിയോ? ഇങ്ങനെ പേഴ്സിന്റെ അകത്ത് പണയം വയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കായിരുന്നു. പക്ഷെ അരമണിക്കൂറിന്റെ അകത്ത് കിട്ടി. കുരങ്ങ എനിക്ക് കാണിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ പവർ ഉണ്ടെന്ന്. പണ്ട് ഉള്ളൊരു 4ാം ക്ലാസ് പഠിച്ചപ്പം കളഞ്ഞ ഒരു അരിഞ്ഞാണോ കിട്ടി. അയ്യോ തമാശ. അത് ആ പേഴ്സിന്ന് കിട്ടി എന്നുള്ള ചെലപ്പം മാറ്റാൻ വേണ്ടി പറഞ്ഞു. നിങ്ങക്ക് വലിയ വിശ്വാസം ഉണ്ടാ? എനിക്ക് വേറെ വിശ്വാസമൊന്നുമില്ല, വേറെ തൊഴിലില്ലേ. അതല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. എനിക്കും വലിയ വിശ്വാസമൊന്നുമില്ല. മുക്കോട് മുക്കുത്തര ദൈവങ്ങൾ പ്രളയിക്കണം. മറ്റേ രാമാന്തര മേശരി കെട്ടിയ കൊരങ്ങനെ ഇനി പ്രാർത്ഥന. പുച്ഛിക്കല്ല കേട്ടാ, സത്യമായിട്ടും പുച്ഛിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ദിവസം ഒരു ആവശ്യം വരും, പ്രാർത്ഥിക്കേണ്ടി വരും. അങ്ങനെ പുച്ഛിച്ച് തള്ളയൊന്നും വേണ്ട. പുച്ഛിക്കൊന്നും വേണ്ട. ഹനുമാൻ സാബിയുടെ കോപം കൊണ്ട് നീ മറ്റേ ഇങ്ങനെ ആയി പോയല്ലോ. ഇപ്പൊ അല്ലാത്ത പോലെ. അപ്പച്ചി കൊള്ള രണ്ടും കൂടെ മാറുന്ന അങ്ങോട്ടും കൂടെ തമാശ പറഞ്ഞ് കളിക്കും. ഞാൻ പോണം. പ്രാർത്ഥിക്കാൻ പോവല്ലേ? കഴിക്കാൻ വിളിക്കാം. അപ്പൊ പറഞ്ഞേ എവിടെ പോണം നോക്ക്. പ്രാർത്ഥിക്കാൻ പോവാണ്. ഇവിടെ പോക്ക് കണ്ടറിയാലോ. അയ്യേ ഞാൻ പ്രാർത്ഥിക്കണ. നീ ചമ്മയൊന്നും വേണ്ട. നീ പ്രാർത്ഥിക്കുന്നപ്പോ തെറ്റെന്താ? പോയി പ്രാർത്ഥിച്ചോ. അതൊക്കെ പിന്നെ ഇത് ഈ കുറങ്ങന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടല്ലേ കാര്യം നടക്കാൻ. കാര്യങ്ങൾ പറയാ. അവിടെ രവിയണ്ണ ഉണ്ട്. നിങ്ങളുടെ ഉടനെ ഉള്ളു ആ അരഞ്ഞാണം. വിശ്വസിക്കാത്ത പോലെ ഇരുന്നാലേ അവള് വിശ്വസിക്കുള്ളൂ. നിങ്ങൾ വിശ്വസിച്ചാൽ അവള് വിശ്വസിക്കൂല. നിങ്ങൾ അങ്ങനെ തറുതല പറഞ്ഞുകൊണ്ടിരുന്നോണ്ടാണ് ഈ സംഭവം വർക്കൗട്ടായത്. ഇപ്പൊ വേണമെങ്കിൽ നോക്കിയോ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ പോയി പ്രാർത്ഥിക്കും. നിന്റെ അണ്ണന്റെ അല്ലേ മോള്, അതും ചെയ്യാൻ അപ്പുറം ചെയ്യും. കുടുംബത്തോടാ അയ്യേ. എന്റെ കൂടെ അവളെ പറ്റിക്കാൻ കൂട്ടി വന്നിട്ട് ഇപ്പൊ എന്റെ കുടുംബത്തിന് പറയണല്ലേ. ഇതാണ് പറയുന്നത്, കുടുംബത്തിന് വിട്ട് വേറൊരു അന്യന്റെ കൂടെ നിൽക്കരുത്.
പക്ഷേ ഇതെന്തോ ഈ അരമണിക്കൂറാവത്തേ? കുറെ നേരമല്ലേ ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ശരി, ക്ഷമ നശിച്ചു. ഒന്നുമില്ലടാ, ഒന്നുമില്ല. ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ചേച്ചിക്ക് ഇതുവരെയായിട്ട് വിശ്വാസം വന്നില്ല. എനിക്ക് വിശ്വാസമൊന്നും വന്നില്ല. പിന്നെ വിശ്വസിക്കൂലെന്ന് എനിക്ക് അറിയാം. ഓ, ചേച്ചി ഞാൻ പറഞ്ഞ സത്യമാണ്. ചേച്ചിയുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അതാ കുരങ്ങന്റെ അടുത്ത് പറഞ്ഞത് അത് സാധിച്ചു ചേച്ചി. എന്റെ ആഗ്രഹമൊക്കെ സാധിക്കാൻ എനിക്കറിയാം. അതിനിപ്പോ കുരങ്ങന്റെ ആവശ്യമൊന്നും എനിക്കില്ല കേട്ടോ. ആ, പോയട്ടെ. ഞാൻ പോവാൻ തന്നെ വന്നത്. ഞാൻ പോണ്. ഓ, അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഒന്ന് പോയി നോക്കാം. കിട്ടിയ 2 പപ്സ്, ഇല്ലേലും ഊട്ടി, ചെല്ലച്ചട്ടി. എവിടെ ഇത്? ചുമ്മാ വെറുതെ പറ്റിക്കാൻ ഓരോ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാക്കിയിട്ട് ഞാൻ വിചാരിച്ച 2 മുട്ട പപ്സൊക്കെ ഇപ്പൊ തിന്നാം. എന്തുവാ? എന്തൊരു കവറ്? ഇതിപ്പോ എങ്ങനെ അങ്ങോട്ട് കേറി ഞാൻ? ദൈവമേ, അയ്യോ. അബദ്ധമായോ? ഇനിയിപ്പോ ഇങ്ങോട്ട് ഇറങ്ങും എങ്ങനെ? അയ്യോ, വിഴല്ലേ വിഴല്ലേ. വെള്ളത്തിൽ വീണാ പിന്നെ മനുഷ്യനെ കൊള്ളൂലേ. ഇതൊരു തണുപ്പ്. എന്തോന്നത്? അയ്യോ, സ്ട്രോ ഒക്കെ ഷേക്കാണോ? ഇതെന്താ? അയ്യോ, പപ്സ്. അയ്യോ, പപ്സ്. പപ്സിനെ മണം കണ്ടേ ചെക്ക് അടുത്തായിരിക്കേ. ചീപ്പ് പോയ ഒറിജിനൽ. ഓ, എന്റെ മരിയ വെക്കുന്ന പപ്സിന്റെ അതേ ടേസ്റ്റ്. പോവാനോ ഈശ്വരാ, കുരങ്ങ കത്തോണേ. കുറച്ചെങ്കിലും ദക്ഷിണ ഒന്നും തന്നില്ല. പോട്ടെ. അയ്യോ, അപ്പച്ചെ കളിക്കട്ടെ. ഏതേ കൂടെ എങ്ങനെ അപ്പച്ചേ